കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഞാനും കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഹൃദയം നുറുങ്ങിടുമ്പോൾ അവൻ അരികെ അണഞ്ഞിടും. മനസ്സു തകർന്നിടുമ്പോൾ യേശുമാറോടു ചേർത്തണയ്ക്കും. ഹൃദയം നുറുങ്ങിടുമ്പോൾ അവൻ അരികെ അണഞ്ഞിടും. മനസ്സു തകർന്നിടുമ്പോൾ യേശുമാറോടു ചേർത്തണയ്ക്കും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്കാൻ മനസ്സുള്ളവൻ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്കാൻ മനസ്സുള്ളവൻ. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന ചിന്ത: കർത്താവിനെ അറിയുവാൻ ഉത്സാഹിക്കുക. ലെറ്റ്സ് നോ ദ ലോർഡ്. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാരണമേ കർത്താവേ, ഞങ്ങളെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹോശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനം: നാം അറിഞ്ഞുകൊള്ളുക, കർത്താവിനെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. Then shall we know if we follow on to know the Lord. His going forth is prepared as the morning, and he shall come unto us as the latter and former rain unto the earth. കർത്താവിനെ അറിയുവാൻ ഉത്സാഹിക്കുക. ദൈവമുണ്ട് എന്നറിയുന്നതും ദൈവത്തെ അറിയുന്നതും
രണ്ടും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ദൈവം ഉണ്ടെന്ന് ഭൂരിപക്ഷം ആളുകളും അറിയുന്നു. എന്നാൽ ദൈവത്തെ അറിയുന്നത് ന്യൂനപക്ഷം മാത്രമാണ്. നോയിങ് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് നോയിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവും ക്രിസ്തുവിനെ അറിയുന്നതും രണ്ടും രണ്ടാണ്. യേശുക്രിസ്തു തന്നെയാണ് ദൈവം. യെശയ്യാ പ്രവാചകൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ പറഞ്ഞത് ആ തിരുവചന ഭാഗം യെശയ്യാ 6:5. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ പാപഭാരത്താൽ നാം നിലവിളിക്കും. ദൈവത്തെ അറിയുന്നവൻ ദൈവകൽപ്പനകൾ അനുസരിക്കും. ദൈവത്തെ അറിയുന്നുവെന്ന് പറയുകയും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് തിരുവചനം. ദൈവത്തെ ശരിയായ വിധത്തിൽ അറിഞ്ഞ പൗലോസ് സകലതും ഛേദമെന്നെണ്ണി. ദൈവത്തെ ശരിയായി അറിയുന്ന വ്യക്തി ദൈവത്തിൽ പരിപൂർണമായും വിശ്വസിച്ച് 3 തലത്തിൽ ദൈവമഹത്വം ദർശിക്കും. അതിലൊന്നാമത്, ദൈവത്തെ ആരാധിച്ചും സ്തോത്രം ചെയ്തും ദൈവമഹത്വം കാണും. ദൈവത്തെ അറിഞ്ഞ പൗലോസ് പറഞ്ഞു, യേശു ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവമാണ്. ശലോമോൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിച്ചു. പുരോഹിതന് പോലും ശുശ്രൂഷിപ്പാൻ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവ തേജസ് കൊണ്ട് ആലയം നിറഞ്ഞു. ആ ഒരു ആലയ നിറവ് ഇപ്പോഴും ഉണ്ട്. ആർത്തിയോടെ ആലയത്തിൽ വന്നാൽ മാത്രമേ അത് അനുഭവിക്കുകയുള്ളൂ. ആർത്തി എന്ന് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഭൗതികമായ നന്മയുടെ കാര്യമല്ല. ആത്മാവിലുള്ള ഒരാർത്തി, ദൈവീക സാന്നിധ്യത്തിൻ്റെ ആർത്തി, ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്നുള്ള ആർത്തി. രണ്ടാമത്തെ അറിവ്, ദൈവത്തെ അറിയുന്നവന്റെ ജീവിതത്തിൽ ദൈവമഹത്വം ഇറങ്ങി വരും. ബാലനായ ശമൂവേലിനെ കുറിച്ച് അറിയാലോ. ബാലനായ ശമൂവേൽ ഉറക്കത്തിൽ നിന്ന് കർത്താവിനെ വിളിച്ചു. വചനം പറയുന്നു, 1 സാമുവേൽ 3:7. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. ദൈവത്തെ ശരിയായി അറിഞ്ഞ ശമൂവേൽ ദാൻ മുതൽ ബത്ശേബ വരെ വിശ്വസ്ത പ്രവാചകനായി മാറി രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. ഫെലിസ്ത്യരെ തോൽപ്പിച്ച് ദൈവമഹത്വം ദർശിച്ചു. കർത്താവിനെ ശരിയായി അറിഞ്ഞ പത്രോസിന്റെ 3 മിനിറ്റ് പ്രസംഗത്തിൽ 3000 പേർ മാനസാന്തരപ്പെട്ടു. ഇപ്പോഴത്തെ പ്രസംഗത്തിൽ 3 മണിക്കൂർ പ്രസംഗിച്ചാൽ ഒരാൾ പോലും മാനസാന്തരപ്പെടാത്ത പ്രസംഗമാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആത്മനിറവിൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചാൽ മാത്രമേ മാനസാന്തരം നടക്കൂ. സുന്ദര ഗോപുരത്തിൽ മുടന്തൻ തുള്ളിച്ചാടി, വീഥികളിൽ രോഗികൾ എണീറ്റ് നിന്ന്. ദൈവത്തെ ശരിയായി അറിഞ്ഞവരുടെ ജീവിതത്തിൽ അവർ ദൈവമഹത്വം ദർശിക്കും. മൂന്നാമത്തെ പ്രത്യേകത, അവർ ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിച്ചു ദൈവമഹത്വം കാണും. ഫറവോൻ രാജാവും മോശയോട്, എനിക്കിനി നിന്റെ മുഖം കാണേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ മോശ അറിഞ്ഞ ദൈവം ആരാണെന്ന് അറിയാമായിരുന്നു. തീജ്വാലയിൽ സംസാരിപ്പാൻ കഴിവുള്ള ദൈവത്തിന് വീര്യം പ്രവർത്തിച്ച് ഫറവോനെ ചാമ്പലാക്കാൻ കഴിവുണ്ടെന്ന് മോശ വിശ്വസിച്ചു. ദൈവത്തെ ശരിയായി അറിഞ്ഞാൽ ഭയം നമ്മിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് മോശ ധൈര്യത്തോടെ പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ കാണുകയില്ല. യഹോവ നിനക്കു വേണ്ടി യുദ്ധം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമാണെങ്കിൽ എന്തിനു ഭയപ്പെടണം? ഉറച്ചു നിൽപ്പേ. ദൈവം വീര്യം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രതിസന്ധികളിലൂടെ കടന്നുപോയ പൗലോസ് ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തെ ശരിയായി അറിയണം. ഈ അറിവ് വിശുദ്ധ പൗലോസിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിശുദ്ധൻ പറഞ്ഞത്, കാണുന്നതിനെയല്ല കാണാത്തതിനെയാണ് ഞങ്ങൾ നോക്കി പാർക്കുന്നത്. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ കാഴ്ചപ്പാടാണ് ഇന്ന് പലർക്കും ഇല്ലാത്തത്. അത് കാണണമെങ്കിൽ ആന്തരിക കണ്ണു തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസിന്റെ ആ ഒരു സ്വർഗീയ ദർശനം, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തെ ശരിയായി അറിയണം. എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയുള്ള അറിവല്ലേ, താൽക്കാലിക ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി അവനെ അന്വേഷിക്കുന്നതല്ല. രാജാവിന്റെ സ്വർണ്ണ വിഗ്രഹത്തെ നമസ്കരിക്കാത്തതിന്റെ പേരിൽ രാജകൽപ്പന പ്രകാരം തീയിലിടപ്പെട്ട കുഞ്ഞുങ്ങൾ ദൈവത്തെ ശരിയായി അറിഞ്ഞവരായിരുന്നു. അതുകൊണ്ട് അവർ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യത്തിലുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ
അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ആ കുഞ്ഞുങ്ങളെങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? അവരുടെ അകത്തിരിക്കുന്നവൻ പുറത്തിരിക്കുന്നവനേക്കാൾ ശക്തനാണ്. കുഞ്ഞുങ്ങൾക്കറിയാം. ഈ ഒരു തിരിച്ചറിവാണ് നമ്മളുടെ മക്കൾക്കുണ്ടാകേണ്ടത്. യേശു ആരാണെന്ന് മക്കളെ നിങ്ങളുടെ യൗവനത്തിൽ തന്നെ അറിയണം. യേശു ആരാണെന്ന്, യേശു ദൈവമല്ല എന്ന് നിങ്ങളുടെ മറ്റു മതത്തിലുള്ള കൂട്ടുകാർ പറയുമ്പം തൻ്റെ ഇടത്തോടെ പറയണം, യേശു മാത്രമാണ് ദൈവമെന്ന്. അങ്ങനെ പറയണമെങ്കിൽ ശത്രുഘ്നേശ് അഭിനഗു ഈ ബാലന്മാരെ പോലുള്ള ഒരു ആത്മനിറവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവം ഒരു നാലാമനെ ഇറക്കി അവരെ രക്ഷിച്ചത് കണ്ട രാജാവ് വിളിച്ചു പറഞ്ഞു, ഇവരുടെ ദൈവത്തെ പോലെ വീര്യം പ്രവർത്തിക്കുന്ന മറ്റൊരു ദൈവമില്ല. ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം ഇത്രയും അടുത്ത് ഇരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ? നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ മാത്രമാണ് സാക്ഷീകരിക്കേണ്ടത്. യേശുവിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കേണ്ടത്, മറ്റൊരു നാമവും അല്ല. അത് തന്നെയാണ് യേശുവിൻ്റെ അമ്മ പറഞ്ഞത്. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ, അവൻ്റെ നാമത്തെ ഉയർത്താൻ, ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്താൻ, ക്രിസ്തുവിനെ ഉയർത്താനാണ് യേശുവിൻ്റെ അമ്മ പറഞ്ഞത്. മിണ്ടാതിരുന്ന് നമ്മുടെ ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മുടെ ദൈവം ആരിലും ഉന്നതൻ, അവൻ സർവശക്തൻ, അവൻ നമ്മുടെ ദുർഗം, അവനോട് തന്നെ പറ്റി നിൽപ്പിൻ. അപ്പോൾ ദൈവമഹത്വം നാം ദർശിക്കുക തന്നെ ചെയ്യും. പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. എൻ്റെ ജീവന്റെ സംരക്ഷകനായ കർത്താവേ, ഒരു പുതിയ ദിനം കൂടി നൽകി അവിടുന്ന് എന്നെ വിളിച്ചുണർത്തിയതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചവും പ്രത്യാശയും അവിടുന്ന് ആകുന്നുവല്ലോ. സങ്കടങ്ങളും വേദനകളും എന്നെ വേട്ടയാടുമ്പോൾ അപ്പാ, ഞാൻ ആശ്രയിച്ചിട്ടുള്ളത് അങ്ങിൽ മാത്രമാണ്. എൻ്റെ മനസ്സിന് താങ്ങാനാവാത്ത സങ്കടങ്ങൾ എനിക്ക് നൽകരുതപ്പാ. കർത്താവേ, ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ആകുലതകളും സങ്കടങ്ങളും അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അങ്ങല്ലാതെ ആശ്രയിക്കാൻ എനിക്ക് മറ്റാരുമില്ല. അങ്ങയുടെ തിരുവചനങ്ങൾ വായിക്കുന്നതിലൂടെ, ധ്യാനിക്കുന്നതിലൂടെ ഓരോ ദിവസവും ആശ്വാസവും മാർഗനിർദ്ദേശവും പ്രത്യാശയും കണ്ടെത്തുവാൻ എന്നെ സഹായിക്കുകയും അങ്ങയുടെ വചനം മറ്റുള്ളവരുമായി പങ്കിടുവാൻ എന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ വിശുദ്ധിയും കൃപയും എന്നിൽ നിറയ്ക്കണമേ. എൻ്റെ സങ്കടങ്ങളും വേദനകളും എല്ലാം എനിക്ക് അനുഗ്രഹമായി മാറ്റിയതിനായി നന്ദി പറയുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശുദ്ധ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ തിരുവുള്ളത്തിൽ അവരെ വഹിക്കണമേ. അവിടുന്ന് വഴികാട്ടിയായി അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഉള്ളം കയ്യിൽ താങ്ങുന്നതിനായി സ്തോത്രം. അവരെല്ലാവരെയും അവിടുത്തെ മാറോട് ചേർത്തണയ്ക്കുന്നതിനായി നന്ദി. സ്കൂളും കോളേജിലും പഠിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ ദുഷ്ടശക്തികളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കളുടെ മേൽ പകരണമേ. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെക്കുറിച്ച് ആകുലപ്പെടാതെ സകല ഭാരവും നിന്റെ മേലിട്ടുകൊണ്ട് സന്തോഷത്തോടെ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ശത്രുഘ്നേശ് അഭിനഗു ആ മക്കളെ പോലെ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന വിശുദ്ധ വർഗമായി തീരുവാൻ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഈ സമയത്ത് കർത്താവേ, പ്രകൃതിക്ഷോഭത്താൽ വലയുന്ന ഓരോ രാഷ്ട്രങ്ങളെയും സംസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ അമേരിക്ക ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽ വലയുന്ന സഹോദരങ്ങൾ ആ രാജ്യത്തുണ്ടല്ലോ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ. ഞങ്ങളുടെ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽ വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുദ്ധക്കെടുതിയിൽ നരകയാതന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മക്കളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവേ, നിന്റെ കരം ആ രാജ്യങ്ങളുടെ മേൽ വയ്ക്കണമേ. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളൊരു വിഷയം പറയുന്നതിന് മുമ്പ് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ, ഇത്രത്തോളം ഉള്ളം കയ്യിൽ താങ്ങുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം
കരങ്ങൾ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം തൻ കാതുകൾ മന്ദമായില്ല, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തൻ കരങ്ങൾ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം തൻ കാതുകൾ മന്ദമായില്ല. ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതിരുന്നാലും ദൈവമക്കൾക്കു നന്മ മുടക്കാത്തവൻ, ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതിരുന്നാലും ദൈവമക്കൾക്കു നന്മ മുടക്കാത്തവൻ, എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും, എത്ര നല്ലവൻ